ഇവിടെ എപ്പിസോഡ് സെക്കൻഡ് നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജഡ്ജസിന്റെ തീരുമാനങ്ങൾ എങ്ങനെയാണ് ജഡ്ജസ് തീരുമാനമെടുക്കുന്നത്, എന്ത് ക്രൈറ്റീരിയയുടെ ബേസിസിലാണ് തീരുമാനമെടുക്കുന്നത് എന്നൊക്കെ നമുക്കൊരു സംശയം തോന്നാം. കാരണം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചില ടാസ്കുകളിൽ ഒന്നാമത്തെ എത്തിയ ആൾക്കല്ല പെൻഡിനം കൊടുക്കുന്നത്. അതിന് പകരം അതിൽ നന്നായിട്ട് പെർഫോം ചെയ്തു എന്ന് പറഞ്ഞു കൊടുക്കുന്നു, നന്നായിട്ട് എന്റർടൈൻമെന്റ് ചെയ്തു, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വ്യക്തിത്വം മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള രീതിയിൽ പെൻഡിനം കൊടുക്കുന്നുണ്ട്. പിന്നെ ചില സമയങ്ങളിൽ ഇപ്പോ രജനിയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഇതില് അഖിലിനെയും റിയാസിനെയും ഒരു ഷാഡോയിലാക്കിയിട്ട് രഞ്ജിനിയാണ് പല ഡിസിഷൻസും എടുക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അതിൽ തന്നെ ചിലതെല്ലാം രഞ്ജിനിയുടെ ഈഗോ ഹർട്ട് ചെയ്തിട്ടുള്ള ഡിസിഷൻ ആണെന്ന് തോന്നാറുണ്ട്. ചിലത് മത്സരാർത്ഥികൾ തിരിച്ചു പറഞ്ഞത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചൂടായിട്ട് എനിക്കതിലൊരു ഒന്നുമില്ല, നിങ്ങൾ അവിടെ പോയിരിക്കും എന്നെല്ലാം പറഞ്ഞ് ഔട്ട് ഹൗസിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അവിടെ തനീഷയുടെ ഫേസും ഇടയ്ക്ക് നമ്മുടെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ പല സമയത്തും എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്, കുറച്ച് അരഗന്റ് ആയിട്ട് രഞ്ജിത്ത് സംസാരിക്കുന്നു. ഡിസിഷൻസ് എല്ലാം മത്സരാർത്ഥികൾക്ക് എതിരെ അവരത് അർഹിക്കുന്നുണ്ടെങ്കിലും, ഇപ്പൊ ജെറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ജെറ്റി കഷ്ടപ്പെട്ട് കുറെ സ്ട്രാറ്റജീസ് എല്ലാം അപ്ലൈ ചെയ്തിട്ടാണ് അപ്പുറത്ത് നിന്ന ടാഷിനെ വീഴ്ത്തുന്നത് ആ ഒരു പോഡ് വെച്ചിട്ടുള്ള ഒരു ടാസ്കില്. കാരണം ടാഷ് എന്ന് പറഞ്ഞാൽ ഒരു കളരിയെല്ലാം പഠിച്ച് പല രീതിയിലും കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ടാസ്കിൽ തന്നെ അതിനു മുമ്പും പോഡ് പിടിക്കുന്ന രീതിയെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പൊ അവനെ തോൽപ്പിക്കണമെങ്കിൽ അങ്ങനെ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യണം. പക്ഷെ അവിടെ ഇവര് ജെറ്റിക്ക് അനുകൂലമായിട്ടൊരു ഡിസിഷൻ എടുക്കുന്നുള്ള ഒരു വ്യാജേന സംസാരിച്ചത് ജെറ്റി പറഞ്ഞു വേണ്ട, ഇനി രണ്ടാമത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വേണ്ട എന്ന് പറയുന്നത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ എന്നാ വേണ്ട, നിങ്ങൾക്ക് ഫസ്റ്റ് ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് വേറൊരു രീതിയിലാണ് എനിക്ക് കാര്യങ്ങൾ തോന്നിയത്. കാരണം ബിഗ് ബോസ് ഇവർക്ക് പൂർണ്ണ ഫ്രീഡം കൊടുത്തിട്ടുണ്ടായിരിക്കാം ഈ ജഡ്ജസിന്. അതിനോടൊപ്പം തന്നെ ഈ വന്നിരിക്കുന്ന മത്സരാർത്ഥികളുടെ ഒരു ടെമ്പർമെന്റ്, അവരുടെ ഒരു സഹിഷ്ണുത, അവരുടെ ഒരു ക്ഷമ, അവരെങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ, ഇപ്പൊ അവർക്ക് ഫസ്റ്റ് കിട്ടിയെങ്കിലും ഫസ്റ്റ് കിട്ടാത്ത മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അവരെങ്ങനെയാണ് അത് പ്രതികരിക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ചിലപ്പോൾ അനലൈസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കണം ഇങ്ങനെയുള്ള ജഡ്ജ്മെന്റുകളും ചിലപ്പോൾ രഞ്ജിനി കുറച്ച് അഗ്രസീവ് ആയിട്ട് പോകുന്നതെല്ലാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊരു ലൈവ് ആയിട്ടല്ല നമ്മളെ കാണിക്കുന്നത്, ഞങ്ങൾ എടുക്കുന്ന ഡിസിഷൻ എന്ന് പറഞ്ഞിട്ടാണ് രഞ്ജിനി പലതും പറയുന്നത്. അപ്പൊ അത് ചിലപ്പോൾ അവര് ഇന്റേണലി ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം, അതിനുശേഷമായിരിക്കും ആ ഡിസിഷൻസ് വരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇത് വെറുതെ ആ ഒരു ടാസ്ക് മാത്രം നോക്കിയിട്ടല്ല മത്സരാർത്ഥികൾ അവർ സെലക്ട് ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് നമ്മുടെ ഓട്ടോജിക്കാരനായിട്ടുള്ള രാജേഷ്, പുള്ളി സംസാരിച്ചു തുടങ്ങിയതിപ്പോ തൊട്ട് എല്ലാവരും പുള്ളിനെ ശ്രദ്ധിച്ചിരുന്നു, ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പുള്ളിയുടെ ആ ഒരു സംസാരത്തിന്റെ സ്ലാങ്, പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജ് എല്ലാം ഒരു മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കി എന്ന് എനിക്ക് തോന്നി. അപ്പൊ അത് തന്നെയാണ് ജഡ്ജസ് പുള്ളിനെ സെലക്ട് ചെയ്യാനായിട്ടുള്ള കാര്യം. കാരണം അങ്ങനെയുള്ളൊരു പേഴ്സണാലിറ്റി, അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം ബിഗ് ബോസിലേക്ക് വരണം എന്ന്. കാരണം എല്ലാവരും ഒരുപോലെ ആവരുതല്ലോ, ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വ്യക്തിത്വങ്ങൾ വന്നാലാണ് ബിഗ് ബോസ് മെയിൻ സീസൺ തന്നെ സക്സസ് ആകുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കണം ജഡ്ജസ് ഈ രീതിയിൽ, എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന്റെ ഒരു ഇൻസ്ട്രക്ഷനോട് കൂടിയിട്ടായിരിക്കണം ഇങ്ങനെയുള്ള ഡിസിഷൻസ് വരുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ടാസ്ക് കഷ്ടപ്പെട്ട് വിജയിച്ചിട്ടും സെലക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതൊരു ആൾക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ മത്സരാർത്ഥികളുടെ ഇടയിൽ തന്നെ അതൊരു ഡീമോട്ടിവേഷൻ ആവും. പക്ഷെ അവർ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, അഖിൽ മാരാർ ഞങ്ങള് പല ക്യാരക്ടേഴ്സും പല പോയിന്റ്സും നോക്കിയിട്ടാണ് സെലക്ഷൻ ഇരുന്നത്. ഈ ജഡ്ജസിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള കോമണേഴ്സ് ആയിരിക്കണം ഫിനാലയിലേക്ക് പോകേണ്ടത്. അതായിരിക്കണം ഇവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അതിന് ടാസ്ക് ജയിച്ചൊന്നോ അല്ലെങ്കിൽ മറ്റുള്ള സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചെയ്തു എന്ന് വെച്ചിട്ട് അവരെ സെലക്ട് ചെയ്യാൻ പാടില്ല. വേറെ ആളുകൾ അതിൽ മികച്ചു നിൽക്കുന്ന മെയിൻ ബിഗ് ബോസ് സീസണിൽ എന്താണോ വേണ്ടത് അവരെയാണ് നോട്ടം വിട്ട് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം ഇവര് ജഡ്ജ്മെന്റിലൂടെയും മറ്റ് കമന്റ്സിലൂടെയും അവരെ ഒന്ന് എന്താ പറയാ, അവരെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു, ആരൊക്കെയാണ് അതിൽ സക്സസ് ആവുന്നതെന്നായിരിക്കണം എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡിസിഷൻസ് എന്തായാലും അത് നമുക്കൊരു നല്ലൊരു ഡിസിഷൻ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കും. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു.